സംസാരിക്കുകയാണ് പറയുന്നത് ആവർത്തനമായി പോകും. അതുകൊണ്ട് സംസാരത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ പാടാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എനിക്ക് എല്ലാവരും കേട്ടോന്നറിയില്ല. രവീന്ദ്രൻ ജെയിൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രവീന്ദ്രൻ ജെയിൻ എന്ന് പറയുന്നത് ഇപ്പം അദ്ദേഹം ജീവിച്ചിരിക്കില്ല. മലയാള സിനിമയിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സിനിമ പാട്ടുകളുണ്ട്. പിന്നെ കാളിദാസന്റെ കാവ്യഭാവനയെ കാച്ചിലമ്പണിയിട്ട് സൗന്ദര്യമേ, ഇതൊക്കെ അദ്ദേഹം ചെയ്ത പാട്ടാണ്. കൃഷ്ണ കൃഷ്ണ, ഇതൊക്കെ അദ്ദേഹം മലയാളത്തിൽ ചെയ്യുന്ന പാട്ടുകളാണ്. അപ്പൊ ഇത്രയും സംഗീതത്തിൻ്റെ ഒരു വലിയ ലോകം വേറെയാണ്. അതിൽ നമ്മൾ കാഴ്ച നടത്തുന്നത് കണ്ണുകൊണ്ട് മാത്രമല്ല, കണ്ണിനേക്കാൾ അപ്പുറത്ത് വേറെ ചില ഇമാജിനറികളാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. വർണ്ണങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആരും ഒന്നിനും ഒരാൾ ഒന്നിന് കുറയുമ്പോൾ മറ്റൊന്നിൽ അവർ മികച്ചു നിൽക്കും. ഇപ്പോൾ രവീന്ദ്രൻ ചെയ്യുന്ന പോലത്തെ ഒരു ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ടൊരു വലിയ വയലിനിസ്റ്റ് ഉണ്ടായിരുന്നു. എം ചന്ദ്രശേഖരൻ കർണാടക സംഗീതത്തിൽ വലിയ അറിയപ്പെടുന്ന ഒരു വയലിനിസ്റ്റായിരുന്നു. വലിയ എന്നുവെച്ചാൽ ടോപ്പ് ഗ്രേഡ് ആയിട്ടുള്ള പത്മഭൂഷണം കിട്ടിയിട്ടുള്ളതാണ്. അത് പൂർണ്ണമായി ബന്ധനായി. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ രണ്ട് വ്യത്യസ്ത ഉള്ളിൽ കാണുന്ന കേൾവിയിലൂടെ കാണുകയും നമ്മളിപ്പോൾ എല്ലാ കാഴ്ചകളും ഇപ്പോൾ എന്തായി കേൾവി ഇല്ലാതെ കാഴ്ചകൾ മാത്രമായിട്ട് മാറ്റുന്ന ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ ടി വിയിൽ കാണുന്ന കാഴ്ചകൾ മുഴുവൻ നമ്മൾ കവിതകളിലൂടെ കവിതകൾ വായിക്കുമ്പോൾ പറ്റുന്ന ഇമേജുകളും ഒക്കെ നമ്മൾ സ്വന്തം തന്നെ സങ്കല്പിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സംവിധായകൻ ഏതെങ്കിലും ഒരാൾ അയാളുടെ വികലമായ ഇമേജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ സ്വയം നമ്മുടെ ഭാവന ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ് പുതിയ കാലം ചെയ്യുന്നത്. ഞാനൊരു പാട്ട് പാടുമ്പോൾ ആ പാട്ട് നിങ്ങൾ എല്ലാവരും വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു അനുഭവം മാത്രമല്ല, പക്ഷെ ചിത്രമായിട്ട് കാണിച്ചു തരുമ്പോൾ ഞാൻ ആ പാടുന്നതിൻ്റെ വേറൊരു ഡയറക്ടർ ഒരു വീഡിയോ എടുത്തിരുമ്പോൾ ഒറ്റ കാഴ്ചയിലേക്ക് പോകും. മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ്. ആ കാഴ്ചകൾ കാണാൻ ആ ഉള്ളിൽ ഓരോരുത്തരുടെയും ഭാവനയിൽ കാണുന്ന കാഴ്ചകൾ കാണാൻ അനുവദിക്കാത്ത ഒരു സമൂഹമാണ് ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്ന ദൃശ്യങ്ങളുടെ മാത്രം ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ അന്നത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ ഒരു പാട്ടുകൂടി പാടിയിട്ട് ഞാൻ എനിക്ക് പോയിട്ട് നിങ്ങൾ വൈകിയത് കൊണ്ട് എനിക്ക് വേറൊരു ചടങ്ങിൽ പോകേണ്ടതുണ്ടായിരുന്നു. അത് അവരോട് വിളിച്ചു പറഞ്ഞു. മാതളത്തേനും പാറിപ്പറന്നു വന്ന മാണിക്യക്കൊയിലാളേ, നിന്റെ കൂടെ നീ കാണും പൂമരമേ.